നമസ്കാരം. പ്രധാന വാർത്തകൾ. കുട്ടി പോലീസിന് 10 കോടി അനുവദിച്ച സർക്കാർ. പണമില്ലാതെ പാടുപെട്ട സ്റ്റുഡൻസ് പോലീസിന് ഒടുവിൽ 10 കോടി സർക്കാർ അനുവദിച്ചു. സർക്കാർ പണം നൽകാത്തതിനാൽ അധ്യാപകരും വിദ്യാർത്ഥികളും സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കേണ്ടി വന്നതിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് നടപടി. അധ്യാപകരുടെ ഓണറേറിയത്തിന് അടക്കമാണ് 10 കോടി അനുവദിച്ചത്. തൃശൂരിൽ 2 ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘർഷം. 2 KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവത്തിനിടെ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ 2 ക്യാമ്പസുകളിൽ SFIയുടെ പ്രതിഷേധ പ്രകടനത്തിന് പിന്നാലെ സംഘർഷം. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലും MDI പോളിടെക്നിക് കോളേജിലും വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. MDI പോളിടെക്നിക്കിലെ 3ാം വർഷ വിദ്യാർത്ഥി അശ്വിനും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ KSU യൂണിറ്റ് സെക്രട്ടറി ആരോണിനും പരിക്കേറ്റു. അതേസമയം തന്നെ അലോഷ്യസ് കോളേജിലും നാട്ടിക SN കോളേജിലും KSUവിന്റെ കൊടിമരങ്ങൾ തകർത്തു. ഇതും പ്രതിഷേധത്തിന് ഇടയാക്കി. കണ്ണൂർ ഇരിക്കൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷാമിലാണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. ആയിപ്പുഴ ഷാമിൽ മൻസിൽ ഔറംഗസേബ് റഷീദ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് ഷാമിൽ. കൂട്ടുകാരോടൊപ്പം ആയിപ്പുഴ ഭാഗത്ത് കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടക്കുന്നതിനാൽ മറ്റു ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ അവധി നൽകിയിരുന്നു. തുടർന്നാണ് കൂട്ടുകാർക്കൊപ്പം ആയിപ്പുഴ ഭാഗത്ത് ഷാമിൽ കുളിക്കാനിറങ്ങിയത്. ഷാമിലിനെ മീൻപിടുത്തക്കാരും നാട്ടുകാരും ചേർന്ന് കരയിലെത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. കണ്ണൂർ കാടാച്ചിറയിലാണ് സംഭവം. അരയാൽത്തറ സ്വദേശി വൈഷ്ണവ് സന്തോഷാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈഷ്ണവിനെ നാട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. ADM നവീൻ ബാബുവിന്റെ മരണം. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഭാര്യ മഞ്ജുഷ. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. നവീന്റെ മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും സംസ്ഥാന പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നുമാണ് അപ്പീലിലുള്ളത്. സമാന ആവശ്യം നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. വസ്തുതകൾ കാര്യമായി പരിശോധിക്കാതെയാണ് ഉത്തരവെന്നും തങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നുമാണ് ഭാര്യ മഞ്ജുഷ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹർജി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും.